ചെയ്യാനായി ഏറെ ബഹുമാനത്തോടെ ഏറെ സ്നേഹത്തോടുകൂടി ഒന്നുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലാലേട്ട, can you kindly join with us once again, please? കുറച്ചുകൂടെ ശക്തമായ കൈയടി with all the love we hold for this amazing person, our very own ലാലേട്ടൻ. ആൻഡ് ഈ സ്നേഹ സമ്മാനം നൽകുന്നതിനായി കിരീടം സിനിമ നമുക്ക് സമ്മാനിച്ച ആ രണ്ട് പ്രൊഡ്യൂസേഴ്സിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെൽക്കമിംഗ് ഓൺ ടു ദി സ്റ്റേജ് റെസ്പെക്റ്റഡ് കിരീടം ഉണ്ണി സർ ആൻഡ് ദിനേശ് പണിക്കർ സർ. താങ്ക് യു സോ മച്ച്. ലാലേട്ട, കുറച്ചു നേരം കൂടി ഈ വേദിയിൽ തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊള്ളട്ടെ സ്നേഹത്തോടു കൂടി തന്നെ. 1989 റിലീസായ ഈ ചിത്രം ഇന്ന് 2027 റീമാസ്റ്റർ ചെയ്ത് നമുക്ക് സമ്മാനിക്കുന്ന നമ്മളുടെ NFDCയുടെ ബഹുമാന്യനായ MD ശ്രീ പ്രകാശ് മക്ദം അവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. So we very humbly request you to kindly join with us and please receive a gesture of appreciation and gratitude from our end. കിരീടം സിനിമയുടെ ആ ഒരു സൃഷ്ടാവ് മലയാളികൾക്ക് എന്തെന്നും ഒരുപാട് നല്ല നല്ല സിനിമകൾ സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ the mega craftsman CB Malayil sir, kindly join with us please. Thank you so much from the bottom of all our hearts, the hearts of all Malayalam movie lovers, for gifting us so many great movies. CB Malayil സാറും കൂടെ ഈ ഒരു വേദിയിൽ തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊള്ളട്ടെ ലാലേട്ടനോടൊപ്പം തന്നെ. ആൻഡ് യെസ്, ഈ സിനിമ സാധ്യമാക്കിയ നമ്മളുടെ ആ രണ്ട് പ്രൊഡ്യൂസേഴ്സ്, വെൽക്കമിംഗ് വൺസ് അഗൈൻ ഓൺ ടു ദി സ്റ്റേജ് ശ്രീ കിരീടം ഉണ്ണി ആൻഡ് ശ്രീ ദിനേശ് പണിക്കർ. Kindly join with us please. കുറച്ചൊരു നല്ല കൈഡിയൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാം. നമുക്ക് നല്ലൊരു സിനിമ സമ്മാനിച്ച ഒരുപാട് പേര് ഈ വേദിയിലേക്ക് വരികയാണ്. അവർക്കുള്ള സ്നേഹ സമ്മാനം നൽകുന്ന ഈ വേദിയിൽ ആ സന്തോഷം നിറഞ്ഞു നിൽക്കട്ടെ. കയ്യടിയുടെ അകമ്പടിയോടുകൂടി ആവട്ടെ ഈ ഓരോ നിമിഷവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു റീമാസ്റ്ററിംഗിന്റെ മാസ്റ്റർ മൈൻഡ്, താങ്ക് യു സോ മച്ച് സർ. യെസ്, മേ നൗ എക്സിറ്റ്. നമ്മളുടെ ഈ ഒരു റീമാസ്റ്ററിംഗ് ചെയ്ത് നമുക്കിപ്പോൾ എത്തിക്കുന്നതിന്റെ അല്ലെങ്കിൽ 1989 അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ GP വിജയകുമാർ സർ ഫ്രം ദി 7 Arts Entertainment. Thank you so much sir for remastering and gifting us this movie once again. മലയാളികൾ എക്കാലവും ഏറ്റവും അധികം ആസ്വദിച്ച പല ചിത്രങ്ങളുടെയും തിരക്കഥാകൃത്തായ ഒരുപാടധികം ചലച്ചിത്ര വിസ്മയങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ശ്രീ ലോഹിതദാസ് സാറിന്റെ മക്കളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കമിംഗ് ഓൺ ടു ദി സ്റ്റേജ് മിസ്റ്റർ ഹരികൃഷ്ണൻ ലോഹിതദാസ് ആൻഡ് മിസ്റ്റർ വിജയ് ശങ്കർ ലോഹിതദാസ്. Kindly join with us on this stage please. മഴയോടും മണ്ണിനോടും മലയാളികളുടെ ഏറ്റവും സന്തോഷമായ എല്ലാ നിമിഷങ്ങളോടും ചേർത്ത് വെച്ച് നമ്മൾ ആസ്വദിക്കുന്ന ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജോൺസൺ മാഷിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടു കൂടി തന്നെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രീമതി റാണി ജോൺസൺ അവരെ മഴയോടൊപ്പം നല്ല ഒരു ചൂട് പാനീയത്തോടൊപ്പം നമ്മൾ എപ്പോഴും പറയാറുണ്ട് ജോൺസൺ മാഷിന്റെ പാട്ടുകൾ എന്താ ഒരു സുഖം എന്നുള്ളത്. ആ സ്നേഹത്തോടു കൂടി ആ ഒരു കൈയടിയോടുകൂടി തന്നെ ഈ അമ്മയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്ലീസ്. താങ്ക് യു സോ മച്ച് ഈ ഒരു വേദിയിൽ എത്തിയതിന്. കണ്ണീർ പൂവിന്റെ ആ
ആ മനോഹരമായ വരികൾ, ആ വേദന തുളുമ്പുന്ന ആ വരികൾ നമുക്ക് സമ്മാനിച്ച ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അവർകളെ ഈ വേദിയിലേക്ക് ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം സ്വീകരിക്കണമേ എന്ന് ആവശ്യപ്പെട്ടുകൊള്ളുന്നു. Thank you so much for that lovely applauses. And the voice of Lalaton in all our minds, our very own M.G. Srikumar sir. ഇങ്ങ കേരളം മുതൽ അങ്ങ് ബോളിവുഡ് വരെയുള്ള സജീവ സാന്നിധ്യമായി മാറിയ ഒരു ശബ്ദം നമ്മുടെ പ്രിയപ്പെട്ട M.G. Srikumar sir. Thank you so much for being here with us. And now may I request Mrs. Parvati Jairam ma'am to kindly join with us on the stage. സേതുമാധവന്റെ സ്വന്തം ദേവിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. Thank you so much ma'am. ശക്തമായി സേതുമാധവനൊപ്പം നിന്നിട്ടുണ്ടെങ്കിലും ഇവിടെ പറയാൻ പാടില്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട ജഗദീഷ് ചേട്ടനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജഗദീഷ് ചേട്ടാ, kindly join with us. The actor, producer and a forever strong presence in our Malayalam movie industry, welcoming Sri Manin Pillaraju sir onto this stage. ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ ശ്രീമതി ശാന്ത കുമാരി മാം. ശാന്ത കുമാരി മാം ഇല്ല എന്ന് കരുതുകയാണ്. ശ്രീ കൊല്ലം തുളസി സാറിനെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. Let's all put a big round of applause for our amazing actor Sri Kollam Tulasi sir. And also may I request the presence of Ms. Usha onto the stage. Mrs. Usha onto the stage. Apologies. തൊട്ടു പിന്നാലെ കിരീടം കുടുംബത്തിന്റെ ഒരു സ്നേഹ സമ്മാനം സ്വീകരിക്കുന്നതിനായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ ശ്രീ യദു കൃഷ്ണൻ അവർകൾ. കയ്യടി തുടരാട്ടോ. കയ്യടിയിൽ നമുക്ക് ആർക്കും പിശു കാണിക്കേണ്ട. കയ്യടി അങ്ങനെ ഇങ്ങനെ നിലയ്ക്കാതെ വന്നുകൊണ്ടേയിരിക്കട്ടെ. Thank you so much യദു കൃഷ്ണൻ ചേട്ടാ for being here with us. And now may I request the presence of Mr. Pujapura Radhakrishnan sir. Thank you for being here with us today. നമ്മുടെ കിരീടം ചിത്രം അതിന്റെ പബ്ലിസിറ്റി ഡിസൈൻസിന്റെ ഒക്കെ പിന്നിലുള്ള ആ ഒരു മനോഹരമായ ആ ഒരു കരം ആരുടേതാണ് എന്ന് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാം. ലെറ്റ്സ് വെൽക്കം ഓൺ ദി സ്റ്റേജ് മിസ് ഗായത്രി അശോകൻ. ഗായത്രി അശോകൻ, ശ്രീമതി ഗായത്രി അശോകൻ ഈ വേദിയിലില്ല, ബട്ട് ലെറ്റ് us acknowledge her presence. My apologies, Mr. Gayatri Ashokan. Are you here with us today? ഇല്ല എന്ന് കരുതുന്നു. തുടർന്ന് മുന്നോട്ട് പോവുകയാണ് the light producer ശ്രീ A മനോജ്. ശ്രീ A മനോജ് അദ്ദേഹം ഇപ്പൊ നമുക്ക് ഉണ്ടായിരുന്നു, but he has left. And yes, നമ്മളെല്ലാ സിനിമകളുടെയും പണ്ടത്തെ എല്ലാ സിനിമകളുടെയും സ്ഥിരം ഒരു പേരായി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ എല്ലാ നെഞ്ചിൽ കയറിയ ഒരു പേരാണ് the PRO ശ്രീ വാഴൂർ ജോസ് അവർകൾ. ശ്രീ വാഴൂർ ജോസ് അവർകൾ ഒരു നല്ല കൈയടിയോടുകൂടി തന്നെ പണ്ട് നമുക്ക് ഇത്രയധികം ഓൺലൈൻ മീഡിയാസ് ഒന്നും ഇല്ലാതിരുന്ന കാലത്തും ഓരോ ചിത്രവും അത് ഇറങ്ങുന്ന സമയത്ത് നമ്മളിലേക്ക് ആ വാർത്തകൾ എത്തിച്ചു തന്നുകൊണ്ടിരുന്ന ആ ഒരു ശക്തമായ PRO the very own വാഴൂർ ജോസ്. കിരീടത്തിന്റെ സംവിധായകനായി
ബഹുമാന്യനായ സിബി മലയിൽ സാറിന് എല്ലാ നിമിഷവും ഒരു ശക്തമായ കൈത്താങ്ങായി മാറിയ ദ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. ലെറ്റ് മീ വെൽക്കം ഓൺ ടു ദി സ്റ്റേജ് ശ്രീ ജോയ് പാല. അദ്ദേഹം ഇവിടെയില്ല, ബട്ട് ലെറ്റ്സ് നൗ വെൽക്കം ദി നെക്സ്റ്റ് AD ശ്രീ മേലില രാധാകൃഷ്ണൻ, മേലില രാജശേഖരൻ. ഏറെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ മേലില രാജശേഖരൻ. ഒരുപാട് കാലങ്ങളായി നമ്മുടെ മലയാള സിനിമാ ലോകത്തെ ഒരു ശക്തമായ സാന്നിധ്യം തന്നെയാണ്. അസോസിയേറ്റ് ഡയറക്ടറായും ഒക്കെ തന്നെ വളരെ സജീവ സാന്നിധ്യം നിലനിർത്തുന്ന ഒരു വ്യക്തിയാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ദിവസത്തിന്റെ ഈ ഒരു റിലീസിന്റെ ഈ ഒരു ഇവന്റ് നമുക്ക് സ്പോൺസർ ചെയ്ത നമ്മുടെ ഡിയർ സ്പോൺസേഴ്സിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ദ വയാസോവ, the team Vaisova, thank you so much for gifting us this beautiful day. Thank you so much for sponsoring this event. Looking forward for more collaborations with you. ലാലേട്ടന്റെ ഒരു ചിത്രം കൂടെ ഇതാ ഈ ഒരു നിമിഷത്തിൽ വയാസോവ സമ്മാനിക്കുകയാണ്. ലാലേട്ടന്റെ ആ ഒരു വരച്ച ചിത്രം കൂടെ ഇതാ സമ്മാനിക്കുന്നു. താങ്ക് യു. And now let us welcome the team Al Salama. The Al Salama. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഇവന്റിന്റെ മറ്റൊരു സ്പോൺസർ ആണ് the team Al Salama. Thank you so much for partnering with us today and for being a strong presence in the remastering of the re-release of Kireedam movie. Prasad Studio il ninnum Shri Anthony avargal. May I also request the presence of Mr. Bhaskar from the Prasad Studios onto the stage. Thank you so much. And yes, നമ്മൾ ഇന്നത്തെ ഒരു റീറിലീസ് റീമാസ്റ്റേർഡ് വേർഷന്റെ ഒരു ട്രെയിലർ നമ്മൾ കുറച്ചു നേരം മുന്നേ കണ്ടിരുന്നു. ആ ഒരു റീമാസ്റ്റേർഡ് വേർഷന്റെ ആ ഒരു ട്രെയിലർ നമുക്ക് സമ്മാനിച്ച ട്രെയിലർ കട്ട് ചെയ്ത ശ്രീ ഡോൺ മാക്സ്. ലെറ്റ്സ് വെൽക്കം ഓൺ ടു ദി സ്റ്റേജ് ശ്രീ ഡോൺ മാക്സ്. അധികം എടുത്തു പറയേണ്ട തന്നെ മറ്റൊരു പേരാണ്. നമ്മളുടെ ഓരോ ട്രെയിലേഴ്സും വളരെ ഇൻവിഗ്രേറ്റിംഗ് ആക്കി മാറ്റുന്ന ഒരു വ്യക്തി കൂടെയാണ്. ആൻഡ് നൗ നമ്മളുടെ ഒരു 4K വേർഷന്റെ ഡിസ്ട്രിബ്യൂട്ടർ. Let's welcome onto the stage the respected CEO of the Hyzin Global, Mr. Boni Azanar. Mr. Boni Azanar. ഈ ഒരു പേരിന് കുറച്ച് പ്രത്യേക ഹൈപ്പ് വേണമെന്നൊക്കെ കോൺസെപ്റ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. And now let me welcome from the High Studios Miss Krishneetu and Taza. Krishneetu and Taza from the High Studios. Thank you so much. And yet again from the Hyzin, let's welcome onto the stage Mr. Jibin. Mr. Jibin from the Hyzin Studios. The Hyzin Global, I'm sorry. And നമ്മളുടെ റീമാസ്റ്റേർഡ് വേർഷന്റെ സൗണ്ട് മിക്സിംഗിലെ ആ പിന്നിലുള്ള the person Mr. Hari Narayanan. കൈയുടെ കുറച്ചുകൂടി ശക്തമായ കൈ, അത് നിലയ്ക്കാത്ത കൈയുടെ അങ്ങനെ ആകെ കുറച്ച് പേരൂടെ ഉള്ളൂ. അപ്പൊ കുറച്ച് നിമിഷങ്ങൾ കൂടെ നമുക്ക് ആ ഒരു എനർജി ഹൈ ആയി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. And the designers of the remastered version of Kireedam, let's welcome onto the stage Mr. Arjun and Mr. Suraj. അടുത്തതായി 1989 കിരീടം ഇറങ്ങിയപ്പോൾ അതിന്റെ PRO നമ്മളുടെ വാഴൂർ ജോസ് സർ ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2026 അത് റീമാസ്റ്റർ ചെയ്ത് ഇറങ്ങുമ്പോൾ അതിന്റെ PRO നമ്മളുടെ പ്രിയപ്പെട്ട ശിവപ്രസാദ് ചേട്ടനാണ്. ഏറെ സ്നേഹത്തോടുകൂടി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വെരി ഓൺ ശിവപ്രസാദ് ചേട്ടൻ. All right.
താങ്ക് യു സോ മച്ച്. സോ നമ്മളുടെ എല്ലാ മൊമെന്റൂസും നൽകി ഈ ഇത്രയും നേരം നമുക്കൊപ്പം നിന്നതിനാ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ലാലേട്ടാ. ക്ഷമിക്കണം, ഒരാളെ കൂടെ വേദിയിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. നമ്മളുടെ സബ് ടൈറ്റിൽസ് തയ്യാറാക്കിയ ശ്രീ അനുവിനെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളുടെ സബ് ടൈറ്റിൽസ് അതിനു പിന്നിൽ പ്രവർത്തിച്ച ശ്രീ അനുവിനെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. And also, may we request the presence of our colorist, Mr. Shan, onto the stage. Requesting the presence of our colorist, Mr. Shan, onto the stage. Alright, so thank you so much. With that, നമ്മളുടെ ഇന്നത്തെ മൊമെന്റോസ് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ക്ഷമിക്കണം ഒരു നിമിഷം. സോ NFDCയുടെ സഹകരണത്തോടുകൂടി 7 ആർട്സ് എന്റർടൈൻമെന്റ് ഈ ജൂലൈ 3 ഇതാ നമ്മളുടെ കിരീടം സിനിമ റീമാസ്റ്റർ ചെയ്ത ഡോൾബി അറ്റ്മോസിൽ 4K ദൃശ്യഭംഗിയിൽ എത്തിക്കുകയാണ്. ആൻഡ് ഈ ഒരു വേദിയിൽ വന്ന് അന്നത്തെ ആ ഒരു സിനിമയുടെ അതിന്റെ പിന്നിലുള്ള അണിയറ കഥകൾ ഒക്കെ തന്നെ പങ്കിടുന്നതിന് ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിച്ചുകൊള്ളട്ടെ. മിസ്സസ് ഉഷ ഓൺ ടു ദി സ്റ്റേജ് പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഒരു കലാകാരി എന്ന നിലയിൽ, ഒരു അഭിനേത്രി എന്ന നിലയിൽ ഈ സിനിമയിൽ അഭിനയിക്കുവാൻ അവസരം ലഭിച്ചത് ഒരു ഭാഗ്യമായി കരുതുകയാണ്. കിരീടത്തിൽ അഭിനയിച്ച സമയത്തൊന്നും എനിക്ക് ഒരു സിനിമയിൽ എൻ്റെ 6ാമത്തെ സിനിമയാണ്. ഞാൻ ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ കാണിച്ച ആ ജനലിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ ഒരു ഷോട്ട് എടുക്കുന്ന ആ സീൻ എടുക്കുന്ന സമയത്താണ്. എന്നെ സിബി സാറ് ഇങ്ങനെ ഇതുപോലെ മുണ്ടൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടിരിക്കുന്നു, ഇതാണ് മോഹൻലാൽ, ഇത് ഉഷ എന്ന് പറഞ്ഞു. അപ്പോൾ ജനലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തു നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അത് ഞാൻ ചോദിച്ചത് എത്രാമത്തെ സിനിമയാണ്, എനിക്കറിയാം എത്രാമത്തെ സിനിമയാണെന്ന് ചോദിച്ചു. 6ാമത്തെ സിനിമ, എൻ്റെ 6ാമത്തെ സിനിമയായിരുന്നു കിരീടം. അതിനുശേഷം ഇന്ന് വരെ എന്നെ അറിയപ്പെടുന്നത് കിരീടത്തിലെ മോഹൻലാൽ എന്നല്ല, സേതുമാധവന്റെ പെങ്ങൾ. ഇന്നും ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടാൽ എൻ്റെ എന്തെങ്കിലും ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിൽ വരുന്ന കമൻസും ഒക്കെ സേതുമാധവന്റെ പെങ്ങൾ എന്ന്. അതൊരു വലിയ അഭിമാനമാണ്. ഇപ്പൊ ഇവിടെ ട്രെയിലർ കണ്ടു, കിടുങ്ങിപ്പോയി. കാരണം ഇന്നത്തെ തലമുറയിലുള്ള ആൾക്കാർ ഇത് കാണുമ്പോൾ വളരെ അത്ഭുതത്തോടെയായിരിക്കും ഈ സിനിമ കാണുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഞങ്ങൾ മുൻപ് പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും തരുന്നു. അന്ന് കിരീടം എത്രയോ ഹിറ്റായിട്ടാണ് ഓടിയത്. മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്ര സിനിമയായി സിനിമ ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ ഇതും ഒരു ചരിത്ര സംഭവമായി മാറും എന്നതിലൊരു സംശയമില്ല. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.